ലോക ചരിത്രത്തിൽ ഒരു ഭരണകൂടവും സ്ഥിരമായി ഭരിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാവുകയുമില്ല. കമൽഹാസന്റെ രാജ്യസഭയിലെ കന്നി പ്രസംഗം കേട്ട് കഥാകാരനായ ടി പത്മനാഭൻ ഉറ്റ സുഹൃത്തിന് ഫോണിൽ ശബ്ദ സന്ദേശം അയച്ചു. എൻ്റെ നിഘണ്ടുവിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ ഗംഭീരമെന്ന ഒരു വാക്കേ ഉള്ളൂ. അഭിനന്ദനം കേട്ട സന്തോഷത്തിൽ കമൽഹാസൻ ടി പത്മനാഭന് വോയിസ് മെസ്സേജായി മറുപടി അയച്ചു. അത് കേൾക്കാം. സാർ, പത്മനാഭൻ സാർ, താങ്ക് യു വെരി മച്ച് സാർ. നിങ്ങളുടെ ഈ വാക്കുകൾ കേൾക്കണം എന്നാണ് ഞാൻ ഇത്രയും വായിച്ചത്. അതിന് ഫലം കിട്ടി. താങ്കൾ എന്നെ കൊള്ളാം എന്നും പറഞ്ഞത് മതി, അത്രയും മതി. താങ്ക്സ് ഒന്നും പറയണ്ട സാർ. എൻ്റെ you are my senior and we will always be comrades, and no government can stay in forever in one place if people like us leave our thoughts behind. Thank you sir. ഇതൊക്കെ ഒരു അണ്ടർഗ്രൗണ്ട് മൂവ്മെന്റ് പോലെയാണ്, അതിന് കക്ഷിയില്ല. ഇറ്റ്സ് എ ഫീലിംഗ്. ഞാൻ എപ്പോഴും പറയും, സിനിമയിലും പറഞ്ഞിട്ടുണ്ട്, ഈ അൻപൈ ശിവം പടത്തില് ഒരാൾ പറയും, എടോ നിങ്ങൾ ഇപ്പോഴും ഈ USSRനെ പറ്റി സംസാരിക്കുന്നു, റഷ്യ എന്ന ഒരു നാട് മാത്രമാണുള്ളത്, ഇപ്പോ അതൊക്കെ പൊളിഞ്ഞു, പിന്നെ എന്താ ഈ കമ്മ്യൂണിസം പറയുന്ന എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, മിസ്റ്റർ റോമിയോ, ഞങ്ങൾ റെഡാണ്, മിസ്റ്റർ റോമിയോ, താജ്മഹല് പൊളിച്ചാൽ നിങ്ങൾ പ്രേമിക്കുന്നത് നിർത്തുവോ? സ്നേഹിക്കുന്നത് നിർത്തുവോ? അതുപോലെയാണ് കമ്മ്യൂണിസം. ഒരു ഫീലിംഗ് ആണ്. അതുപോലെ നമ്മൾ പറയുന്നത് ഒരു ഫീലിംഗ് ആണ്. അത് തങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഈ ജൻസിക്കും മനസ്സിലാവണം. അത് ആരുടെ കൈ കൊടുക്കാം? ഐ എം ബിഹൈൻഡ് യു ഓൺലി ബൈ ക്വാർട്ടർ സെഞ്ചുറി. അതിനും പുറകെ കുറെ ആൾക്കാരുണ്ട്. അവരെ എങ്ങനെ ഈ ലെവലിൽ കൊണ്ടുവരിക എന്നുള്ളത് താങ്കളെ പഠിക്കാം. എനിക്ക് ഒരു സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ ഒരു ഗുഡ് സ്റ്റേജ് കിട്ടി. താങ്ക് യു സാർ, താങ്ക് യു. ഈ മെസ്സേജ് എനിക്ക് നേരത്തെ കിട്ടിയതാണ്, പക്ഷെ ഈ തിരക്കിലും ഈ ഒരു സെൽഫിഷ് സന്തോഷത്തിലും ഞാൻ കുറച്ച് താമസിച്ചു പോയി. താങ്ക് യു വെരി മച്ച് സാർ. ഇറ്റ്സ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ. താങ്ക് യു സാർ.